ഞാൻ വരാം. ഹായ്, ഹലോ. എന്തൊക്കെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെയാണ്. അപ്പൊ ഇത് ഒരു സന്ധ്യ ആയപ്പോഴാണ് പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത്. നല്ല ഇടിയും മിന്നലും കാറ്റും വന്നു. അതിന് പിന്നാലെ അതാ മഴയും വന്നു. പക്ഷെ മഴ അത്യാവശ്യമാണ്. ഭയങ്കര ചൂടാണ്. അതിന്നൊരു ആശ്വാസം എന്നുള്ള രീതിക്ക് നമുക്ക് മഴ അത്യാവശ്യമാണ്. അപ്പോൾ കുറച്ചു നേരം മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ കണ്ടു നിന്നതിന് ശേഷം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ച് അപ്പോൾ മൂത്ത മോനാണ്, റഹാൻ എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. വിശേഷം വേറൊന്നുമല്ല, കളിക്കാൻ പോയപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അതിപ്പോ സ്കൂളുള്ള ടൈമിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊരു കണക്കിന് നമുക്ക് കേൾക്കാനും നല്ല സുഖമാണ് അല്ലെ. അപ്പോൾ ചെറിയ ആൾ, അതായത് ഋഷി എന്നാണ് പേര്, ഋഷി ഉറങ്ങാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ പോയിട്ട് വർക്കൊക്കെ ചെയ്യാണ്. മൊബൈലിൽ ഇങ്ങനെ വർക്ക് വന്നുകൊണ്ടേയിരിക്കും. സമ്മർ വെക്കേഷനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും അസൈൻമെന്റും കാര്യങ്ങളും അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവൻ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ കിച്ചണിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ ഉച്ചക്ക് കഴുകി വെച്ചതാണ്. അപ്പൊ അതൊക്കെ എടുത്തു വെക്കണം. എന്നതിന് ശേഷം രാത്രിയത്തേക്കുള്ളത് അവൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ അതൊക്കെ ചെയ്ത് ഞങ്ങളുടെ കിച്ചൺ കണ്ടോ, ഒരു കുഞ്ഞു കിച്ചണാണ്. കുഞ്ഞാണെങ്കിലും ഇതേ വേണ്ടുള്ളൂ. പക്ഷെ ഈ ഒരു സ്റ്റെയർ കേസിന് അടിയിലായതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് പുറത്തായത് കൊണ്ടാണ്. നമുക്ക് മിലിറ്ററി ക്വാർട്ടേഴ്സിലാകുമ്പോൾ JCO ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ക്വാർട്ടേഴ്സ് തന്നെ കിട്ടും. കിച്ചൺ എന്ന് പറയുമ്പോൾ ഇത്രേ വേണ്ടുള്ളൂ. പക്ഷെ ഈ ഒരു സ്ഥലം ആയതുകൊണ്ട് മാത്രം നമുക്കൊരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തൊക്കെ വെക്കുമ്പോൾ വാട്ടർമെലൺ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് അപ്പോഴേക്കും അതാ പോയി, കറണ്ട് പോയി. അവർ ഓഫ് ചെയ്തിടുന്നാന്ന് തോന്നുന്നു. KCB-ക്കാർ, സോറി, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അവർ ഓഫ് ചെയ്തിടുന്നതായിരിക്കും. KCB എന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റീൻ്റെ അവർ ഓഫ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എമർജൻസി കത്തിച്ച് വെച്ച് ഞാൻ വിചാരിച്ചു എന്നാൽ ആട്ട കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ദേശീയ ഭക്ഷണം റൊട്ടിയാണ്. റൊട്ടി അതായത് ചപ്പാത്തിയാണ്. അപ്പം ഞാൻ അത് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചോറ് ഉച്ചക്ക് മാത്രം കഴിക്കും, അത് മാത്രം. അപ്പോൾ അതൊക്കെ കുഴച്ച് വെച്ചു. ഇതൊക്കെ അവൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവര് കൂടെ ഇരിക്കുകയോ അവരെ കൂടെ കളിക്കുകയോ കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ കുഴച്ച് വെച്ചു. അപ്പോഴത്തേക്കും പാല് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പുറമേന്ന് പാല് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പശുവും പാല് വാങ്ങിക്കും. അപ്പോൾ അവര് വന്നിട്ടുണ്ടായിരുന്നു. മോൻ അത് വാങ്ങിക്കൊണ്ടുവന്നു. കറണ്ട് പെട്ടെന്ന് വരും. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് കാറ്റൊക്കെ വന്നാൽ മാത്രം. അത് അവർ ഓഫ് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ അത് നിൽക്കുമ്പോഴത്തേക്ക് കറണ്ട് വരുന്നുണ്ട്. ഞാനത് പാത്രമൊക്കെ കഴുകിയിട്ട് തിരിച്ചു കൊടുത്തു. ചെറിയ ഋഷി ഉണ്ടെങ്കിൽ അവന് തന്നെ പാത്രം കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ ഇന്നലെ വാങ്ങിയതിൻ്റെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു. അത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, മഞ്ഞൾ, മുളക്, ഉപ്പ്, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട്, ഇഞ്ചിയൊന്നും ഇതിൽ ചേർത്തില്ല. അത് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പൊരിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ചിക്കൻ മസാല ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്ര ഇതിലും സിമ്പിളായിട്ട് ഞാൻ വേറെ ഉണ്ടാക്കില്ല. അപ്പൊ കൂടുതലൊന്നും ഇതിന് മസാലകളായാലും അല്ലെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതൊന്നും അവിടെ പൊരിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴൊന്നും കറണ്ട് വന്നില്ല. കറണ്ട് വന്നില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ആയിട്ട് എമർജൻസി ഉണ്ടാവും, പിന്നെ എമർജൻസി ബൾബായിട്ടും ഉണ്ടാവും. ഇൻവെർട്ടർ ടൈപ്പ് ബൾബും ഉണ്ട്. പക്ഷേ നമുക്ക് ചൂടെടുത്തിട്ടേ നിൽക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് കട്ടിയൊക്കെ ചെയ്യുക. അപ്പൊ കുറച്ച് ഫാനിന്റെ ചോട്ടിലിരുന്നിട്ട് കട്ടിയൊക്കെ ചെയ്യാമല്ലോ. അപ്പോഴത്തേക്ക് കറണ്ട് വന്നു. കട്ട് ചെയ്ത് പകുതി ആകുമ്പോഴത്തേക്ക് കറണ്ട് വന്നു. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അവിടെ നല്ല രീതിയിൽ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, പാലൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ അരിക്കുന്ന എന്തിനാണെന്ന് അറിയാവോ, ഞങ്ങളെ തൊട്ടപ്പുറത്തുള്ള ഒരാളുണ്ടായിരുന്നു. അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവരിതേപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു പാല്. ഒരു ദിവസം നോക്കുമ്പോഴത്തേക്കിലും അതിലൊരു പുഴുവിനെ കണ്ടു. അതിനുശേഷം എല്ലായിടത്തും സംഭവിക്കണമെന്നല്ല, അതിനുശേഷം എനിക്കൊരു പേടിയാണ്. അപ്പം ഞാനിങ്ങനെ അരിച്ചു നോക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം കട്ട് ചെയ്തു, ഇഞ്ചിയൊക്കെ ചെയ്താക്കി വെച്ചു. എന്നതിന് ശേഷം അപ്പോഴത്തേക്ക് അതിനിടക്ക് പാല് തിളക്കുന്നുണ്ടല്ലോ. എല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കഴിഞ്ഞല്ലോ. അധിക നേരം ഇങ്ങനെ കിച്ചണിൽ കിടന്ന് കളിക്കണ്ടല്ലോ. എനിക്കത് ഇഷ്ടമല്ല, സത്യം പറയാൻ എനിക്ക് ഇഷ്ടമല്ല അത്. അപ്പം ഞാൻ അതൊക്കെ കുക്കറിലിട്ടു. ഒന്നുമില്ല, ഈ ഉള്ളി, തക്കാളി, പച്ചമുളക്,
അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് കൈകൊണ്ടൊന്ന് ഞെരടിയെടുക്കും. പിന്നെന്താ അതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത് മാത്രമേ ഇടുള്ളൂ. നമ്മള് ചിക്കൻ പെരട്ടുന്ന സമയത്ത് ചിക്കൻ മസാല ഇട്ടത് കൊണ്ട് അത് ഇടണമെന്നില്ല. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറില് വേവിക്കുക. കുക്കറിൽ വേവിക്കുന്നതിന് മുന്നേ സോറി ഒരു കാര്യം മറന്നുപോയി. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ 2 വിസിൽ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ഇതെന്റെ അമ്മേന്റെ റെസിപ്പിയാണേ. പക്ഷെ അപാര ടേസ്റ്റാണ്. നമ്മൾ ഒരുപാട് മസാലകളോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാൻ എന്റേതിന് കുറച്ച് കളറ് കുറവായിരിക്കും. കാരണം രണ്ടാൾക്കും കൊടുക്കാനുള്ളത് കൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അത് മാത്രമല്ല ഞങ്ങളെ പച്ചമുളക് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് നല്ല ഇവിടുത്തെ നാടൻ പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല എരിവുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ അത് വേവിച്ച് കഴിഞ്ഞപ്പോഴാണ് മോനിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിന് കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. അതേ കുക്കറിൽ തന്നെ വേവിക്കാൻ വെച്ചു. അങ്ങനെയാകുമ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നതിന് ശേഷം ബാക്കിയൊക്കെ ചെയ്യാലോ. അപ്പോഴത്തേക്കും ഋഷി എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ മാംഗോ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ മാംഗോന്റെ സീസൺ ആയതുകൊണ്ട് നല്ല മാംഗോ നല്ല വില കുറവിന് കിട്ടും. അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഘു വന്നത്. രാഘു പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് രാകേഷ് എന്നാണ് പേര്. അങ്ങനെ വിളിച്ച ശീലാണ്. അപ്പോൾ രാഹു വന്നു. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ കോഫിയൊക്കെ വെച്ച് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് കോൺഫ്ലോറും നമ്മുടെ കസൂരി മെത്തി ഉണ്ടല്ലോ അതും കൂടി ഇട്ടു. അതൊക്കെ ഓപ്ഷണലാണ്. കോൺഫ്ലോർ മാത്രം മതി. കോൺഫ്ലോർ ഇട്ട് നല്ലോണം നമ്മൾ ആട്ടയൊക്കെ കുഴക്കുമ്പോൾ കുഴച്ച് വെച്ച് എന്നിട്ട് കട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് എന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് കോഫി കുടിച്ചു. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങ് നേരിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യായിരുന്നു ചെയ്തത്. കോൺഫ്ലോറൊക്കെ മുക്കിയിട്ടൊക്കെ പൊരിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക തണുത്ത് പോകുന്ന മാതിരി തോന്നും. പക്ഷെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കുറേ സമയം. അപ്പം ഞങ്ങൾ അവിടെ വട്ടമേശ സമ്മേളനം പോലെ ഇരുന്ന് കഴിച്ചു. ഋഷിയും കഴിക്കും ഇങ്ങനത്തെ ഒക്കെ. അപ്പം അവനും ഇരുന്ന് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഓരോരുത്തരുടെ പണിയിലേക്ക് പോയി. ഓരോരുത്തരുടെ പണി വേറെ ഒന്നുമല്ല. മോന് റഹാന എഴുതാനുണ്ടായിരുന്നു. ഋഷി ഇങ്ങനെ കളിക്കുകയായിരുന്നു. ഋഷീൻ്റെ കൂടെ രാഘു കളിക്കുകയാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കണം. കറി നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ, ചിക്കൻ ഉണ്ടാക്കി വെച്ചു. അപ്പം ഞാൻ റൊട്ടിയൊക്കെ പെട്ടെന്ന് പരത്തുന്നതിനനുസരിച്ച് ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കുക. ഈ ചപ്പാത്തി ഇടുന്ന സമയത്താണ് നമ്മൾ അടുക്കളയിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളും കൂടെ അതിൻ്റെ കൂടെ വെന്ത് തോന്നുക. കാരണം ഭയങ്കര ചൂടാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നതിന് ഒരു സുഖമാണ്. പക്ഷെ എനിക്ക് ഇവരൊക്കെ ഇരിക്കുന്ന മാതിരി ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കാനൊന്നും പറ്റൂല. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ഒരു കാലൊക്കെ